ചേർത്തല നഗരത്തിൽ വീണ്ടും മാലിന്യം നിറയുന്നു. ചേർത്തല നഗരഹൃദയത്തിലെ AS കനാൽ എന്നറിയപ്പെടുന്ന പുത്തൻതോട്ടിൽ നിറയെ മാലിന്യം. ചേലത്ത ചേർത്തല പദ്ധതി ജലരേഖയാകുന്നുവെന്ന് ആക്ഷേപം. നഗരഹൃദയത്തിലെ പ്രധാന കനാലായ AS കനാൽ അഥവാ പുത്തൻതോട്ടിൽ മാലിന്യം നിറഞ്ഞ കുമിയുന്നു. നീരൊഴുക്ക് നിലച്ച മാലിന്യം കെട്ടിക്കിടക്കുന്ന സ്ഥിതി, രൂക്ഷമായ ദുർഗന്ധം. യാത്രക്കാരും സമീപവാസികളും വിവരണാതീതമായ ദുരിതം നേരിടുന്നു. 5000 രൂപ 6000 രൂപ കച്ചവടം ഉണ്ടായിരുന്ന എനിക്ക് ഇന്നിപ്പം നിലവിൽ 1000 രൂപ തികച്ച് വിൽക്കാൻ ഒക്കുന്നില്ല ഒരു ദിവസവും. ഞാൻ ബൈപ്പാസ് കഴിഞ്ഞ ഒരാളാണ്. എനിക്ക് മറ്റ് തൊഴിലുകളൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ തോടിൻ്റെ ശോചനീയാവസ്ഥ നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം. മുനിസിപ്പാലിറ്റി എവിടെയാണെന്നുള്ളത് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. മണം കൊണ്ട് ഈ പരിസരത്തിരിക്കുന്ന ഒരു കച്ചവടക്കാർക്കും ഇരുന്ന് പണിയെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. മണം കൊണ്ട് നിൽക്കാൻ പാടില്ല, ഒരു തരത്തിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല മണം കൊണ്ട്. ഞങ്ങളിവിടെ നിന്നാൽ വിൽക്കണം, മണം കൊണ്ട് ഇവിടെ നിൽക്കാൻ അത് പറ്റിയല്ല. ഭയങ്കര സ്മെല്ലാണ്. അപ്പം മിക്കവാറും മഴക്കാലം വരും, മിക്കവാറും ഡെങ്കി കൊതുക് എല്ലാം വരുത്തും. മിക്കവാറും എടുത്ത മുനിസിപ്പാലിറ്റി ആണെങ്കിലും ഒന്നും നോക്കുന്നില്ല. എല്ലാം അല്ല, ഇപ്പം മന്ദിരവും തന്നെ നമുക്ക് നേരത്തെ ഒത്തിരി ഉണ്ടായിരുന്നു. ഇപ്പം അതില്ലായിരിക്കുവാണ്. ഇനിയിപ്പം ഈ മഴയോടുകൂടി മിക്കവാറും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അത് ഗവൺമെൻറ്റും നോക്കുന്നില്ല, ഇവിടുത്തെ മെമ്പർമാരും നോക്കുന്നില്ല, ഒന്നുമില്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാ വീടുകളിലും കോർപ്പറേഷൻകാർ കയറി ആവശ്യത്തിന് പെറ്റിയടിക്കുന്നുണ്ട്, നോട്ടീസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർക്കാർക്കും ഒന്നും കണ്ണിപ്പെടുന്നില്ല. എന്തുമാത്രം മാലിന്യം, ഇത്ര എന്തിനും കൊതുകാണെന്നറിയാവോ, എന്തുമാത്രം അസുഖങ്ങളുണ്ടാകുന്നറിയാമോ നാട്ടുകാർക്ക്. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും ശ്രദ്ധിക്കാനായിട്ടുള്ള സമയമില്ല. സത്യം പറഞ്ഞാൽ അത് ഇതൊന്ന് ക്ലീൻ ചെയ്തതാണ്. പിന്നെയും അത് ഇത്രയും മാലിന്യീകരിക്കപ്പെടുന്നതിൻ്റെ ആ ഒരു ഇത് അവരുടെ ശ്രദ്ധക്കുറവ് തന്നെയാണ്. രാത്രിയുടെ മറവിൽ കക്കൂസ് മാലിന്യം ഒഴുക്കുന്നത് മറ്റൊരു ദുരിതം. മത്സ്യ മാംസാവശിഷ്ടങ്ങളും മറ്റു വേസ്റ്റുകളുമൊക്കെ കനാലിലേക്ക് തള്ളുന്നുണ്ട്. സെൻറ് മേരീസ് പാലം നിർമ്മാണത്തിനായി ബണ്ട് കെട്ടിയതിനാൽ നീരൊഴുക്ക് കാര്യമായി തടസ്സപ്പെട്ട് കിടക്കുന്നു. പൈപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ മാലിന്യം കെട്ടിക്കിടക്കുന്നു. പി. തിലോത്തമൻ മന്ത്രിയായിരുന്ന സമയത്ത് അനുവദിച്ച 1 കോടി രൂപ ഉപയോഗിച്ച് കനാൽ നവീകരണ പദ്ധതി നടപ്പാക്കിയെങ്കിലും വൈകാതെ സ്ഥിതി പഴയ നിലയിലായി. ചേലത്ത ചേർത്തല പദ്ധതി പ്രകാരവും കനാൽ വൃത്തിയാക്കലും ശുചിയാക്കലുമൊക്കെ നടന്നിരുന്നു. പക്ഷേ ഇതൊന്നും ഫലം കണ്ടില്ലെന്നാണ് സാഹചര്യങ്ങൾ തെളിയിക്കുന്നത്. ചേലത്ത ചേർത്തലയുടെയും മറ്റും പേരിൽ ലക്ഷങ്ങൾ എഴുതി തള്ളുമ്പോൾ ഇതുപോലുള്ള നഗരഹൃദയത്തിലൂടെ പോകുന്ന തോട് കണ്ടില്ല എന്ന് നടിക്കുകയാണോ എന്നാണ് ഇവിടുത്തെ നഗരത്തിലെ ജനങ്ങളുടെ ഒരു സംശയം. കാരണം നമുക്കെല്ലാം അറിയാം, ചേലത്ത ചേർത്തല എന്ന് പറഞ്ഞ് ഒരുപാട് പബ്ലിസിറ്റിയും മറ്റും നൽകുമ്പോൾ അതിന് മാലിന്യമൊത്ത ചേർത്തല എന്നൊരു പേര് കൊടുക്കേണ്ട അവസ്ഥയിലേക്കാണ് ചേർത്തലയുടെ ഈ പ്രധാനപ്പെട്ട തോട് കടന്നു പോകുന്നത്. ഇത് കഴിഞ്ഞ കൗൺസിലിൽ നമ്മുടെ ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അതിന് വേണ്ടത്ര പ്രാതിനിധ്യവും മറ്റു കൊടുക്കാത്ത ഒരവസ്ഥയാണ് ഇന്ന് ചേർത്തല നിവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മാലിന്യങ്ങളും മറ്റും ശേഖരിക്കാൻ വേണ്ടി ഒരു വള്ളം കൊടുത്തിട്ട് അതുവരെ അവിടെ സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് ചേർത്തല നഗരസഭ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഇത് വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ മറ്റു കൗൺസിലിൽ മറ്റു സമരപരിപാടികളുമായിട്ട് പോകുവാൻ വേണ്ടിയാണ് ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം. അതിനനുസരിച്ച് ഞങ്ങൾ വേണ്ട കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. കനാൽ നവീകരണത്തോടൊപ്പം ക്യാമറ സ്ഥാപിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതും യാഥാർത്ഥ്യമായില്ല. ഇതും മാലിന്യം തള്ളുന്നവർക്ക് തുണയായി. മഴക്കാലം വാതിൽപ്പടിയിലെത്തി. ദുരിതം ഇനിയും വർദ്ധിക്കും. മാലിന്യ വിമുക്ത നവകേരളം പദ്ധതിക്കും ചേലത്ത ചേർത്തല പദ്ധതിക്കും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അവമതിപ്പ് ഉണ്ടാക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. വിൻമീഡിയ, ചേർത്തല.